മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വിൽപത്രം അഥവാ മരണപത്ര പ്രകാരമുള്ള ഭൂമി പോക്കുവരവ് നടത്തി സ്വന്തം പേരിലാക്കണമെങ്കിൽ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ ഇനി മറ്റ് അവകാശികളുടെ സമ്മതം കൂടി വേണം. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന് പോലും നിയമപ്രാബല്യം ഉണ്ടായിരിക്കെയാണ് രജിസ്റ്റർ ചെയ്തതിന്റെ കാര്യങ്ങൾ ഏറെ പോക്കുവരവും വേണ്ടിവരുന്നത്. ഈ ഒരു ചർച്ചയ്ക്ക് ആസ്പദമായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിൽപത്രത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നവംബർ മാസത്തിലുണ്ടായിട്ടുള്ള ഒരു വിധിയാണ്. അപ്പോൾ ആ മുമ്പും ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ കോടതികൾ വിൽപത്രത്തെക്കുറിച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി ചില ആൾക്കാരുടെ വിശിഷ്ട് റവന്യൂ, വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലൊക്കെ ചെല്ലുന്ന പല ആൾക്കാർക്കും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതിനിടയായിട്ടുണ്ട്. പക്ഷേ ഇതിനാസ്പദമായൊരു കാര്യമെന്ന് പറയുമ്പോൾ ഹൈക്കോടതി മുമ്പാകെയും മറ്റ് സിവിൽ കോടതികൾ മുമ്പാകെയും ജില്ലാ കോടതി മുമ്പാകെയും വിൽപത്രം സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ കോടതികളിൽ വ്യവഹാരങ്ങളായിട്ട് കെട്ടിക്കിടക്കുക. അപ്പം ഇതിനൊക്കെ ഒരു കാരണം ആയിട്ട് എടുത്തു കാണിക്കുന്നത് ഈ വിൽപത്രം ഒരു വ്യക്തി എഴുതി വയ്ക്കുകയും അദ്ദേഹം പിന്നീട് മരണപ്പെടുകയും യഥാർത്ഥത്തിൽ ഉള്ള അവകാശികൾക്ക് വസ്തു കിട്ടാതിരിക്കുകയും ഏതെങ്കിലും ഒരാൾക്ക് മറ്റൊരാൾക്ക് ആനുപാതികമായിട്ടല്ലാതെ വസ്തു സിദ്ധിക്കുകയും അതിനെ തുടർന്ന് മറ്റുള്ളവർ സാധാരണ നിലയ്ക്ക് അവകാശം കിട്ടേണ്ട ആൾക്കാർ തർക്കം ആയിട്ട് കോടതിയിൽ വരുന്നതുമാണ് ഇത്തരം വ്യവഹാരങ്ങൾ വരാൻ കാരണം. വിൽപത്രം എഴുതിയ ആളിന്റെ മരണ സർട്ടിഫിക്കറ്റിനോടൊപ്പം അസൽ വിൽപത്ര സർട്ടിഫിക്കറ്റ് കോപ്പി, ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയടക്കം വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയാൽ മാത്രമേ. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം ഇത്തരം വ്യവഹാരങ്ങൾ കുറയ്ക്കുക എന്ന ഒരു ഉദ്ദേശം മുൻനിർത്തിയാണ് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും ഈ വിൽപത്രം എഴുതി വെച്ച ആൾ മരണപ്പെട്ടതിന് ശേഷം ആ വിൽപത്ര പ്രകാരം അവകാശം സിദ്ധിച്ച ആൾ വില്ലേജ് ഓഫീസിൽ, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ തൻ്റെ പേരിൽ പോക്കുവരവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷയുമായിട്ട് വരുമ്പോൾ ആ വിൽപത്രത്തോടൊപ്പം ഈ സാധാരണ നിലയ്ക്ക് വിൽപത്രം എഴുതി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വസ്തുവിൽ ആർക്കൊക്കെയാണോ അവകാശം സിദ്ധിക്കാൻ സാധ്യതയുള്ളത് ആ ആളുകൾക്കൊക്കെ നോട്ടീസ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യാനാണ് പറയുന്നത്. അതില്ലാത്ത പക്ഷം ഈ വരുന്ന ആൾ അവകാശികളുടെ സർട്ടിഫിക്കറ്റും അവർക്ക് ആക്ഷേപമില്ല എന്നുള്ളൊരു സമ്മതപത്രവും ഹാജരാക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന പക്ഷം ഇതിൽ അവകാശികളെല്ലാവരും ആക്ഷേപമില്ല എന്ന് ഒരു NOC കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തർക്കമില്ല എന്ന് കണക്കാക്കിയിട്ട് ഈ വിൽപത്ര പ്രകാരം അവകാശം സിദ്ധിച്ച ആളുടെ പേർക്ക് മ്യൂട്ടേഷൻ, അതായത് പോക്കുവരവ് നടത്തി വസ്തുവിൻ്റെ കരമടച്ച് ഉടമസ്ഥത മാറ്റി കൊടുക്കാവുന്നതാണ്. പക്ഷെ തർക്കം വരുന്ന പക്ഷം തർക്കം ഈ കാര്യത്തിൽ വില്ലേജ് ഓഫീസർ പാലിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഥവാ വിൽപത്ര പ്രകാരം അവകാശം സിദ്ധിച്ച ആൾ വിൽപത്രവുമായി വരുന്നു, അവകാശ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നില്ല, മറ്റ് അവകാശികൾക്ക് നോട്ടീസ് കൊടുക്കുന്നില്ല എങ്കിൽ വില്ലേജ് ഓഫീസർ ആരൊക്കെയാണോ ബന്ധുക്കളും അവകാശികളുമായിട്ട് വരുന്നത് അവർക്കെല്ലാവർക്കും നോട്ടീസ് അയച്ച് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഈ വിൽപത്ര കാര്യത്തിൽ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ ഓഫീസിൽ ബോധിപ്പിക്കണം എന്ന് കാണിച്ച് വില്ലേജ് ഓഫീസിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ നോട്ടീസ് കൈപ്പറ്റി ആരെങ്കിലും വന്ന് തർക്കമില്ല എന്ന് പറയുകയാണെങ്കിൽ തർക്കമില്ല എന്ന് കണക്കാക്കിയിട്ട് നികുതി അടച്ചു കൊടുക്കാവുന്നതാണ്. അഥവാ തർക്കം പറയുകയാണെങ്കിൽ ആ തർക്കം തീർപ്പാക്കണമെങ്കിൽ ഒരു സിവിൽ കോടതിയെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ സമീപിക്കേണ്ടി വരും. എന്തായാലും സിവിൽ കോടതിയുടെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ വിൽപത്രത്തിന്റെ സാധുതയും ആധികാരികതയും ജെനുവിനെസ്സും തീർപ്പാക്കപ്പെടുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ല. പക്ഷേ നോട്ടീസ് കൊടുത്ത് സുതാര്യമായിട്ട്
പോക്കുവരവ് നടത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനാണ് ഹൈക്കോടതി ഊന്നൽ നൽകിയിട്ടുള്ളത്. അതുമൂലം വ്യവഹാരങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്ന് ആണ് ഹൈക്കോടതിയുടെ വിധിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്നാണ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഭൂമി സ്വന്തം പേരിലാക്കുന്നതായിരുന്നു പഴയ രീതി. ഇനി മുതൽ വിൽപത്രം എഴുതി വെച്ച ആളുടെ അനന്തരാവകാശികളുടെ സർട്ടിഫിക്കറ്റും അപേക്ഷയ്ക്കൊപ്പം വെക്കണം. ഇതിൽ പറയുന്നവർക്ക് നോട്ടീസ് അയച്ച് അവരുടെ സമ്മതപത്രം ഉണ്ടെങ്കിലേ പോക്കുവരവ് കൂടി നടത്തി ഭൂമി സ്വന്തമാക്കാനാകൂ. വിൽപത്രപ്രകാരമുള്ള ഭൂമി ഇവർക്ക് കൂടി അവകാശമുള്ളതാണെന്ന് അവകാശം ഉന്നയിച്ചാൽ പോക്കുവരവ് നടത്തി നിർത്തിവെക്കുകയും ഭൂനികുതി ഈടാക്കാതെ മരവിപ്പിക്കുകയും ചെയ്യും. ആക്ഷേപം ഉന്നയിച്ചാൽ പിന്നീട് കോടതി നടപടിയിലേക്ക് നീങ്ങും. വാർദ്ധക്യമായി ഓർമ്മ നഷ്ടപ്പെട്ടവരെയും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെയും അവർ അറിയാതെ ബന്ധുക്കൾ ഒപ്പും വിരലടയാളവും തരപ്പെടുത്തി മരണപത്രം കൈക്കലാക്കുകയും പിന്നീട് ഇവരുടെ മരണശേഷം സ്വത്തുക്കൾ കൈക്കലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇത്തരമൊരു ഉത്തരവിട്ടത്. അത് പിന്നീട് റവന്യൂ വകുപ്പും സർക്കാരും അംഗീകരിക്കുകയും ചെയ്തു. ഒരു വിൽപത്രവുമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ പല കേസുകളും നമ്മളുടെ ഇവിടെ വന്നിട്ടുള്ള പല കേസുകളും തന്നെ ഇത്തരത്തിലുള്ള വിൽപത്രവുമായി ആളുകൾ വില്ലേജ് ഓഫീസിൽ സമീപിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ അവരോട് ഈ വസ്തുവിൽ ഈ വിൽപത്ര പ്രകാരം അല്ലാതെ മറ്റാർക്കൊക്കെ അവകാശം ഉണ്ട് എന്ന് ചോദിക്കുകയും അവർക്ക് എല്ലാവർക്കും നോട്ടീസ് അയച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ആവശ്യപ്പെടുകയും എഴുതി ചോദിക്കുകയും ആവശ്യപ്പെടുകയുമാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. അപ്പൊ അവര് അഥവാ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കുകയാണ്, ഈ വിൽപത്രം ശരിയല്ല, ഇതിൽ ഒപ്പ് ശരിയല്ല, ഈ വിൽപത്രം ഒപ്പിട്ട ആൾക്ക് ഇപ്രകാരം വിൽപത്രം ഒപ്പിടാൻ സാധ്യതയില്ല, അഥവാ ഈ ആൾക്ക് ശരിയായ ബോധമോ ഓർമ്മയോ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ പലതരത്തിൽ ഈ മരണപ്പെട്ടതിന് ശേഷം വരുന്നൊരു രേഖയായതുകൊണ്ട് പലതരത്തിലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട്. അപ്പം പല രീതിയിലും മരണപ്പെട്ട ആളെ സ്വാധീനിച്ചോ മരണപ്പെട്ട ആൾ തന്നെയാണോ ഒപ്പിട്ടത് എന്നുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങൾ വിൽപത്രത്തെ സംബന്ധിച്ച് വരാം. കാരണം ജീവിച്ചിരിക്കുന്ന ഒരാളുടെ രേഖയല്ല ഈ പരിഗണനയ്ക്ക് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ മുൻപും വന്നിട്ടുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി സുതാര്യത കൊണ്ടുവരാൻ ആയിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളൊരു വിൽപത്രം ജനുവിനായിട്ടൊരു രേഖയുമായിട്ട് പോകുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്നതായിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ